ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ഐഡിയാസ് പറഞ്ഞു കേട്ടോ. ഹെന്നൻ്റെ എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് ആസ്തറ്റിക് ആക്കാൻ നോക്കിയതാണേ. നോക്കിയൊരു മൂലയിലുണ്ടായിരുന്ന പാത്രമൊക്കെ എടുത്തു വന്നിട്ട് അതിൽ കല്ലും കുപ്പിയൊക്കെ കഴുകി വെച്ചിരിക്കാൻ കേട്ടോ. പൂവൊക്കെ എവിടുന്നോണ്ട് സംഘടിപ്പിച്ചതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിക്ക് വരാം. നമ്മൾ എപ്പോൾ ബ്രൈഡ്സിനൊക്കെ ഹെന്ന ഇട്ട് കൊടുക്കാൻ പോവുകയാണെങ്കിലും ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ മാക്സിമം പതുക്കെ ഇടാൻ നോക്കുക. അതായത് അവരെ ബോറടിപ്പിക്കാനല്ല, നല്ലോണം പതുക്കനല്ല, നമ്മൾ കൊണ്ടാവണ പോലെ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഹെന്ന പെട്ടെന്ന് കൊളാവും. ചിലവരത് പ്രാക്ടീസ് ഉള്ളവരത് കൊളാവില്ല. ഞാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ ഹെന്ന ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ മാക്സിമം സ്ലോ ആക്കിയാൽ എനിക്കൊന്നും കൂടി നന്നായിട്ട് ഹെന്ന കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് ഞങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ വൈൻസ് വരക്കുമ്പോഴും സ്പൈറൽ വരക്കുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും റൗണ്ട് ഷേപ്പിൽ നല്ല വൃത്തിക്കൊക്കെ വരക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത് ലൈൻസ് വരക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രൈഡിൻ്റെ ഹാൻഡിലാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ഹെന്ന ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ ഹെന്ന പൊന്തിച്ചിട്ട് എൻഡിൽ കൊടുന്ന് വെക്കുക. അങ്ങനെ ചെയ്താൽ മതി. സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ലൈൻസ് വരക്കുമ്പോൾ കയ്യിൽ മുട്ടിച്ചുകൊണ്ട് വരക്കുമ്പോൾ അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ് ഹെന്ന കുറച്ച് പൊക്കിയിട്ട് കോണ് പൊന്തിച്ച് പിടിച്ചിട്ട് വരക്കുമ്പോൾ അത് ഓക്കെ ആവും കേട്ടോ. അതിനായിട്ട് ഗൈസ് ഓർഗാനിക് കോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്താണ് കേട്ടോ. ഞാൻ അങ്ങനെ ഓർഗാനിക് കോൺ യൂസ് ചെയ്യുന്ന ആളല്ല. കൂടുതലും ഈ സിങ് കോണാണ് ഞാൻ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് കോൺ മേക്കിംഗ് ഇല്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഗാനിക് കോണേ ചൂസ് ചെയ്യുള്ളൂ. കാരണം അതാണ് നല്ലത്. ഒന്നും കൂടെ ബെറ്ററാണ് സിങ്ങിനെക്കാട്ടിയും ബാക്കിയുള്ള മൈലാൻസിനെക്കാട്ടിയൊക്കെ. ദെൻ എനിക്ക് ടൈം ഇട്ടതുകൊണ്ട് കേട്ടോ ഗൈസ് ഞാൻ അതിന് നിൽക്കാത്തത്. ക്ലാസ്സും വേർഡും ക്ലാസ്സിലേക്ക് എത്താനൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വരാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് നിൽക്കാത്തത്. ചെയ്യണമെന്നുണ്ട്, എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ കോൺ മേക്കിങ്. അപ്പോൾ ബ്രൈഡ്സിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഓരോടെയും പറയലാണ് കോൺ നിങ്ങൾ മേടിക്കണം, അല്ലെങ്കിൽ കോൺ ഞാൻ മേടിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറയലാണ് കേട്ടോ ബ്രൈഡ്സിനോടൊക്കെ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് ഈ ഹെന്ന ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൈൻസാണ് കേട്ടോ. വൈൻസ് വരക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ടൈപ്സ് വൈൻസും ഞാൻ വരക്കൂട്ടോ. എന്താണെന്നറിയില്ല ഗൈസ്, വൈൻസൊക്കെ വരുന്ന ഡിസൈൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ അറബിക് ഹെന്ന അങ്ങനെ കയ്യിലൊക്കെ കൂടുതൽ വൈൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വൈൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ലോട്ടസിൻ്റെ ട്രിക്കാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. W പോലെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളത്. കുറേ വീഡിയോസിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. പിന്നെ വേറെയും കുറേ ലോട്ടസ് കുറേ രീതിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ മെഹന്തി ക്ലാസ്സസിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ബൈ ബൈ.